സംസ്ഥാനത്ത് ഇന്ന് മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിലാകും മഴ കനക്കുക. കാസർഗോഡ് തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ നീലേശ്വരം ഭാഗത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ കോഴിക്കോട് കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂരിൽ രാത്രി മഴയ്ക്ക് അല്പം ശമനമുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഇന്നലെ പുഴയിൽ കാണാതായ വയോധികയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. നമുക്കൊപ്പം കാസർഗോഡ് നിന്ന് സാരംഗ് ചേരുന്നുണ്ട്, കോഴിക്കോട് നിന്ന് ഷഹീദും, കണ്ണൂരിൽ നിന്ന് ഫെലിക്സും ചേരുന്നുണ്ട്. ആദ്യം ഫെലിക്സിലേക്ക് പോവുകയാണ്. ഫെലിക്സ്, ഒരു വയോധിക ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? ഇന്നലെ രാത്രി വൈകിയും തിരച്ചിലുണ്ടായിരുന്നോ? ഇന്നലെ വൈകുന്നേരമാണ് മാതമംഗലത്ത് പെരുമ്പായിൽ ഈ വയോധികയെ കാണാതാവുന്നത്. ഈ വീടിന് സമീപത്തുള്ള പുഴയിൽ കാണാതാവുകയായിരുന്നു. ഇന്നലെ തന്നെ ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മോശം കാലാവസ്ഥയും ഒപ്പം തന്നെ ഇരുട്ടും ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധിയായി. അതുകൊണ്ട് തന്നെ ഇന്നലെ തെരച്ചിൽ നിർത്തിവെച്ചു. ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ തുടരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 70 വയസ്സുള്ള മാധവി എന്ന സ്ത്രീയെയാണ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുള്ളത്. ഏതായാലും കണ്ണൂരിൽ ഏറ്റവും ആശ്വാസം ഇന്നലെ രാത്രി കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ ശക്തി അല്പം കുറഞ്ഞു എന്നതാണ്. ഇടവിട്ട് മാത്രമാണ് മഴ ലഭിക്കുന്നത്. പല സമയങ്ങളിലും മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നത് ആശ്വാസകരം തന്നെയാണ്. അതേസമയം വെള്ളക്കെട്ട് പലയിടങ്ങളിലും ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം ഇന്നലെ അടക്കം ശക്തമായ മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. അതുകൊണ്ട് എളയാവൂർ, താഴെ ചൊവ്വ, ഒപ്പം തന്നെ കോഴിക്കോട് അതിർത്തിയായ കടവത്തൂർ തുടങ്ങിയ മേഖലകളിൽ ഇപ്പോഴും പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഏതാണ്ട് 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കണ്ണൂർ ജില്ലയിൽ ആകെ തുറന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ്ട് 25ഓളം പേരെ പാർപ്പിച്ചും കഴിഞ്ഞു. തോണികളിലും മറ്റുമാണ് ഇന്നലെ വീടുകളിൽ ഉണ്ടായിരുന്നവരെ രക്ഷാപ്രവർത്തനം നടത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ചത്. ഏതായാലും ഇന്ന് അല്പം മഴ തോർന്നു നിൽക്കുന്നത് ആശ്വാസകരം തന്നെയാണ്. പക്ഷെ വെള്ളക്കെട്ട് പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. ഇന്നലത്തെ അപേക്ഷിച്ച് പലയിടങ്ങളിലും ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ കർണാടക ഉൾവനത്തിലടക്കം ഉരുൾപൊട്ടൽ ഉണ്ടായി. ഒപ്പം പഴശ്ശി അണക്കെട്ട് തുറക്കുകയും ചെയ്തു, അതിന്റെ ഷട്ടറുകൾ. ആ ഒരു പശ്ചാത്തലത്തിൽ വളവട്ടണം പുഴയിലടക്കം ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഈ പുഴയോരത്ത് താമസിക്കുന്നവരുടെ വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. അവിടെ റോഡുകളിലും മറ്റും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജനജീവിതം ഈ പുഴയോരത്ത് താമസിക്കുന്നവരോട് ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, പ്രൊഫഷണൽ കോളേജിലടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി നൽകിയിരിക്കുകയാണ്. ഫെലിക്സ്, ഒഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടങ്ങുമല്ലോ. അത് എപ്പോഴാണ് തുടങ്ങുക? അതിന്റെ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഏതാണ്ട് രാവിലെ 7 മണി 8 മണി സമയത്തോടു കൂടി തന്നെ തിരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് ഒഴുക്കുള്ളൊരു പ്രദേശമാണ്. അവിടെയാണ് ഇന്നലെ ഈ വയോധികയെ കാണാതായത്. ഇന്നലെ തന്നെ ഫയർഫോഴ്സിന്റെയും NDRFന്റെയും സംഘം തെരച്ചിൽ നടത്തിയിരുന്നു. മുങ്ങൽ വിദഗ്ധരടക്കം എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ തെരച്ചിൽ ആവശ്യമാണ്. ഇന്നലെ വലിയ പ്രതിസന്ധിയായി മാറിയത് ശക്തമായ മഴ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന ഇരുട്ടും രാത്രിയായതിനാൽ ഇരുട്ടും വലിയ തിരിച്ചടിയായി മാറി. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും തെരച്ചിൽ തുടരും. തെരച്ചിൽ തുടരുമ്പോൾ തീർച്ചയായും 7 മണിക്ക് ശേഷം മാത്രമായിരിക്കും ഫയർഫോഴ്സ് എത്തി ഈ വയോധികയ്ക്കായുള്ള തിരച്ചിൽ നടത്തുക. മറ്റനുഷ്ഠ സംഭവങ്ങളൊന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും മലയോര മേഖലയിൽ അടക്കം മണ്ണിടിച്ചിന് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ ലഭിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയിലെ ആശ്വാസകരമായ കാര്യം മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലും ഒന്നും തന്നെ അതിശക്തമായ മഴ പലപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഈ മഴയ്ക്ക് പലപ്പോഴും ശമനം ഉണ്ടായത് വലിയ ആശ്വാസകരം തന്നെയാണ്. അതേസമയം വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. ഈ മലവെള്ളപ്പാച്ചിൽ പല തോടുകളിലും പുഴകളിലും ഒക്കെ തന്നെ ദൃശ്യവുമാണ്. പ്രത്യേകിച്ചും ഈ കർണാടക അതിർത്തിയോട് ചേർന്നുള്ള കേരളത്തിന്റെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായ ഉളിക്കൽ, മണിക്കടവ് അടക്കമുള്ള മേഖലയിൽ പല തോടുകളും പാലങ്ങളും മുകളിലൂടെയാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. പല ടൗണുകളിലും ഇപ്പോൾ മണിക്കടവ് അടക്കമുള്ള മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഏതായാലും അല്പം ആശ്വാസം എന്ന് പറയുന്നത് ഈ രീതിയിൽ മഴയുടെ ശക്തി കുറഞ്ഞതാണ്. പക്ഷേ ഇടവിട്ട് നല്ല മഴ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ